ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അനഘ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള സത്യാവസ്ഥ ആതിരയോട് പങ്കുവയ്ക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം ആതിര ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോ അനഘ പറഞ്ഞു, എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്നെ വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അനഘ അവിടെ നിന്ന് പോകാനായി ഇറങ്ങി. ആ നിമിഷം ആതിര അനഘയുടെ കയ്യിൽ കടന്നു പിടിച്ചു. ആതിര തന്നെ പിടിച്ചത് കണ്ട് അനഘ പിന്തിരിഞ്ഞു നോക്കിയതും അനഘയുടെ മുഖത്തേക്ക് നോക്കി ആതിര പൊട്ടിക്കരയുന്നു. ആതിരയുടെ ആ കരച്ചിൽ, സങ്കടത്തോടെയുള്ള ആ കരച്ചിൽ കണ്ടപ്പോഴേക്കും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. എല്ലാ സത്യാവസ്ഥയും ആതിരയ്ക്ക് ബോധ്യപ്പെട്ടുവെന്നും ആതിര ഇത്രയും നാൾ സന്ദീപിനെയും അനഘയെയും തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ സ്വയം ആതിര ഉരുകുകയാണ് എന്നുള്ള സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിഞ്ഞു. അങ്ങനെ ആതിരയുടെ മനസ്സിലുള്ള ആ സംശയമെല്ലാം ഇതോടെ ഇല്ലാതായി എന്ന് തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ എല്ലാവരും പരസ്പരം നോക്കി പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ തിരികെ നെല്ലിശ്ശേരിയിലേക്ക് എത്തിയതിനു ശേഷം താൻ കണ്ട ആ കാഴ്ച അവന്തികയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. അവന്തിക അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവന്തികയുടെ മനസ്സിൽ ഒരു കാര്യം മാത്രം പെട്ടെന്ന് ഓടിയെത്തി. എത്രയും വേഗം തന്നെ ധനുഷുമായിട്ട് താൻ ഈ നെല്ലിശ്ശേരിയിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ സ്നേഹയും ധനുഷുമായിട്ടുള്ള ഈ ബന്ധം മുന്നോട്ട് തുടർന്നു പോകാൻ അനുവദിച്ചാൽ അത് കൂടുതൽ വഷളാകും. അതിനു മുൻപ് തന്നെ ധനുഷുമായി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. അതിനു മുൻപ് എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് അവന്തിക മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം ആകെ നിരാശയോടെ ഇരിക്കുകയാണ് ദയാനന്ദ മാഷും കമലെടുത്തിയും. ദയാനന്ദ മാഷിന്റെ സങ്കടത്തോടെയുള്ള ഇരിപ്പ് കണ്ട കമലെടുത്തി അരികിലേക്ക് എത്തുകയും ദയാനന്ദ മാഷിനോട് കമലെടുത്തി സങ്കടത്തോടെ പറഞ്ഞു, മാഷെ, എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ്. ആ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോളാം, ഒരു കുറവും വരുത്താതെ. എന്തായാലും നെല്ലിശ്ശേരിയിൽ കിട്ടുന്ന അത്രയും വലിയ സുഖസൗകര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എങ്കിലും നമുക്ക് നമ്മുടെ മോളെയും കുഞ്ഞിനെയും അവരുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാമല്ലോ. അവരുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ അതിന് നമുക്ക് കഴിയില്ലേ? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നമുക്കാവില്ലേ എന്ന് ദയാനന്ദ മാഷിനോട് കമലെടുത്ത് ചോദിക്കുമ്പോ ദയാനന്ദ മാഷ് പറഞ്ഞു, പിന്നെന്താ, അതിന് നമുക്ക് കഴിയായിക എന്താ ഉള്ളത്? അതിനൊക്കെ സാധിക്കും. പിന്നെ അറിയാമല്ലോ, സേതുവിന് അവിടെ നിന്ന് ആതിര നമ്മളോടൊപ്പം പോരുന്നതിൽ വിഷമമുള്ളത് കൊണ്ടല്ലേ അവിടെ സേതു ആതിര നിന്നോട്ടെ എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോ സേതുവിന് മനസ്സിന് വിഷമം ഉണ്ടാകണ്ട എന്ന് കരുതി ആതിര അവിടെ നിൽക്കാനായി നമ്മൾ അനുവദിച്ചെന്ന ദയാനന്ദ മാഷ് കമലെടുത്തിയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ കമലെടുത്തി ചോദിക്കുന്നത്, നമുക്ക് സേതുവേട്ടനോടൊന്ന് വിളിച്ച് സംസാരിച്ചാലോ? അവളെ അല്ലെങ്കിലും ഈ സമയത്ത് ഇവിടെയല്ലേ നിർത്തേണ്ടത്? നമുക്ക് അവളെ ഇവിടെ നിർത്താം, അതല്ലേ വേണ്ടത്? പ്രസവം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ പോരെ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി അവൾ ചെയ്യാനുള്ള സാഹചര്യം ആ വീട്ടിൽ ഉണ്ടായത് കൊണ്ടല്ലേ അവൾ ഇതുപോലെയെല്ലാം ചെയ്തത്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ അവൾക്കുണ്ടാകാൻ പാടില്ല എന്ന കമലെടുത്തി ആശങ്കയോടെ പറയുമ്പോ വീട്ടുമുറ്റത്തേക്ക് അനൂപ് എത്തിച്ചേരുന്നു. അനൂപ് ബൈക്കിൽ വന്ന് ഇറങ്ങിയത് കണ്ട് രണ്ടുപേരും ആശങ്കയോടെ അനൂപിനെ നോക്കി, മോനെ, എന്തായടാ വിവരം? എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ അനൂപ് അരികിലേക്ക് എത്തി പറഞ്ഞു, അമ്മയെ പേടിക്കാനൊന്നുമില്ല, ഡോക്ടർ വന്ന് കണ്ടു, വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ലെന്നും നാളത്തേക്ക് ഡിസ്ചാർജ് ആകുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയിച്ചപ്പോ ദയാനന്ദ മാഷ് അനുവിനോട് പറഞ്ഞു, എടാ മോനെ, നാളെ തന്നെ അവളെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോരണം. ഡിസ്ചാർജ് ആയിട്ട് അവൾ ഇങ്ങോട്ട് വരട്ടെ, ഇപ്പോ നെല്ലിശ്ശേരിയിലേക്ക് പറഞ്ഞു വിടണ്ട എന്ന് പറഞ്ഞപ്പോ അനൂപ് ദയാനന്ദ മാഷിനോട് പറഞ്ഞു, അച്ഛാ, ഞാനും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. അവളുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്തത്. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി പ്രസവമൊക്കെ കഴിയട്ടെ, അതിനുശേഷം കൂട്ടിക്കൊണ്ടു വരാം എന്ന് പറഞ്ഞ് അനൂപ് അകത്തേക്ക് കയറി പോകുമ്പോ കമലെടുത്തി ആശങ്കയോടെ ദയാനന്ദ മാഷിനെ നോക്കിയിട്ട് പറഞ്ഞു, മാഷെ, നാളെ തന്നെ നമുക്ക് മോളെ കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ഒരു ആവശ്യം ദയാനന്ദ മാഷിനോട് കമലെടുത്തി പറയുമ്പോഴേക്കും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നതുപോലെ ദയാനന്ദ മാഷ് കമലെടുത്തിയോട് പറഞ്ഞു, തീർച്ചയായിട്ടും നാളെ എന്തായാലും നമ്മൾ നമ്മുടെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും എന്ന് ദയാനന്ദ മാഷ് തന്റെ തീരുമാനം അറിയിച്ചിട്ട് അകത്തേക്ക് പോകുമ്പോ കമലെടുത്തി എന്തൊക്കെയാണ് ഇനി സംഭവിക്കുക? നാളെ എന്തായാലും മോളെ ഇങ്ങോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്ന് കമലെടുത്തിയും ആലോചനയിൽ മുഴുകിയിരുന്നു. അതിനുശേഷം പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ആതിരയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തുകൊണ്ട് മീരയെടുത്തിയോടൊപ്പം അനഘ വളരെ സന്തോഷപൂർവ്വം ആതിരയെ പരിചരിച്ച് അരികിലിരിക്കുന്നത് കണ്ട്
ആതിര അനഘയോട് പറഞ്ഞു, അനഘെ, ഇപ്പോഴുള്ള നിന്റെ ഈ മാറ്റം അത് ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല, ഇതുപോലെ നീ മാറുമെന്ന്. മുമ്പ് നീ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അന്നത്തെ ആ അനഘയെ കുറിച്ച് ഓർത്താൽ ഇങ്ങനെ ഒരു അനഘ ഇതുപോലെ മാറി വരുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല എന്ന് പറഞ്ഞതും അനഘ പറഞ്ഞു, ശരിയാണ്, ഞാൻ എന്റെ ഈ ചെറു പ്രായത്തിനോടിടയ്ക്ക് എന്തെല്ലാമാണ് ഞാൻ ചെയ്തു കൂട്ടിയതെന്ന് എനിക്ക് പോലും അറിയില്ല. അതിന്റെയൊക്കെ പാപഭാരങ്ങൾ ഞാൻ ഇനി എവിടെ കൊണ്ടേ ഒഴുക്കും എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് അനഘ വിഷമത്തോടെ ആതിരയോട് പറയുമ്പോ ആതിര പറഞ്ഞു, നീ ഇങ്ങനെ മാറിയപ്പോ ഞാൻ കണ്ടില്ലേ മറ്റൊരു രീതിയിലായി എന്ന് ആതിര വിഷമത്തോടെ അനഘയോട് അറിയിച്ചു. അപ്പോഴാണ് നീരേടത്തി പറഞ്ഞത്, അത് അങ്ങനെയാണ് മോളെ. എന്തായാലും അനഘയുടെ ആ പഴയ സ്വഭാവം മാറി അനഘ ഇതുപോലെ നല്ലൊരു സ്വഭാവത്തിനുടമയായി മാറിയില്ലേ. അതങ്ങനെയാണ്, എല്ലാവരുടെയും ജീവിതത്തിൽ അതുപോലെയുള്ള മോശമായ ചില കാലഘട്ടം ഉണ്ടാകും, അത് തീർച്ച. എന്നാൽ അതിന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് മാറ്റി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിച്ചു തുടങ്ങുന്നതും നമുക്ക് ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നത് എന്ന് നീരേടത്തി പറയുമ്പോ അനഘ പറഞ്ഞു, നീരേടത്തി ആ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആതിര പറഞ്ഞു, സത്യത്തിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം തോന്നിയതും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതും എന്തുകൊണ്ടും നന്നായി. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സന്ദീപിന്റെയും അനഘയുടെയും ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തത് കൊണ്ടല്ലേ എല്ലാ സത്യങ്ങളും നിങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞത്. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും എന്റെ മനസ്സിൽ എന്നും അതിങ്ങനെ ഒരു സംശയമായി, ഒരു വേദനയായി എന്റെ മനസ്സിൽ കിടന്ന് അത് വല്ലാതെ നീറിപ്പുകഞ്ഞ് ഞാൻ തന്നെ എന്നും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നല്ലോ എന്ന് പറയുന്ന ആദ്യ അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് എന്ന് വാതുക്കൽ നിന്നൊരു ശബ്ദം കേട്ടു. അർച്ചനയുടെ അച്ചു ചേച്ചിയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ ആതിര വളരെ സന്തോഷത്തോടെ വാതുക്കലേക്ക് നോക്കുമ്പോൾ അർച്ചനയും സന്ദീപും കൂടി അരികിലേക്ക് എത്തി. അർച്ചന പറഞ്ഞു, എന്തായാലും ഈ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ കുടുംബജീവിതത്തിൽ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത് സ്വാഭാവികമാണ്. പരസ്പരമുള്ള പിണക്കങ്ങളും പരസ്പരം ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകണം. അതിനുശേഷമുള്ള സ്നേഹമുണ്ടല്ലോ, അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ആ സ്നേഹത്തിന്റെ തീക്ഷ്ണത അതൊരാൾക്കും പറയുവാനോ അളക്കുവാനോ കഴിയാവുന്നതല്ല, അതിലപ്പുറമായിരിക്കും പിന്നീടുള്ള അവരുടെ സ്നേഹബന്ധത്തിന്റെ ആഴവും എന്ന് അർച്ചന പറയുമ്പോൾ ഉടനെ അതിനോടൊപ്പം തന്നെ അർച്ചന ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ പോലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരാളും ആതിര കാണിക്കുന്നത് പോലെ കാണിക്കാൻ പാടില്ല. ഇവളെ പോലെ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും ആരും കാണിക്കരുതെന്ന് മാത്രം എന്ന് അർച്ചന അതിനോടൊപ്പം ചേർത്തുകൊണ്ട് പറഞ്ഞു. ഇവള് കാണിച്ച ഈ മണ്ടത്തരത്തെ കുറിച്ച് അല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇനി എന്ന മേലാൽ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ മീരടത്തിയും അർച്ചനയും സ്നേഹത്തോടെ ആതിരയെ താക്കീത് ചെയ്യുമ്പോ ഉടനെ സന്ദീപ് അരികിലേക്ക് എത്തി ആതിരയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഡോക്ടറെ കണ്ടിരുന്നോ? കുഴപ്പമൊന്നുമില്ല, ഇനി നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാം. ഞങ്ങള് ഫാർമസിയിൽ പോയി മെഡിസിൻ മേടിക്കണമായിരുന്നു, അതും വാങ്ങിച്ചു, ബില്ലും അടച്ചു, ഇന്ന് നമുക്ക് പോകാം എന്ന് സന്ദീപ് സന്തോഷപൂർവ്വം സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിക്കലേക്ക് നോക്കി ആതിര വളരെ ബഹുമാനത്തോടെ എഴുന്നേക്കാൻ ഒരുങ്ങുമ്പോ ആതിരയുടെ മുഖഭാവം കണ്ട ഉടനെ സന്ദീപും വാതിലേക്ക് നോക്കി. അപ്പോഴാണ് അവിടേക്ക് കമലയടുത്തിയും ദയാനന്ദ മാഷും കൂടി എത്തിയത്. അച്ഛനും അമ്മയും കൂടി വന്ന് ആതിര അരികിലേക്ക് എത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോ അച്ഛൻ പറഞ്ഞു, ആഹാ, അച്ഛനും അമ്മയും ഇങ്ങോട്ട് എത്തിയോ? വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്ന കാര്യം പറയുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ അരികിലേക്ക് എത്തിയ ദയാനന്ദ മാഷ് പറഞ്ഞു, അതെ, ഞങ്ങള് ഡിസ്ചാർജ് ആയ വിവരം അറിഞ്ഞാണ് വന്നത്. അത് വേറൊന്നുമല്ല, ഞങ്ങള് ആതിരയെ അങ്ങ് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയാലോ എന്ന തീരുമാനത്തിലാണ് ഇപ്പൊ വന്നത് എന്ന് അറിയിച്ചതും അർച്ചന ആകെ വിഷമത്തോടെ ആതിരയെ നോക്കി. എന്നാൽ ദയാനന്ദ മാഷിന്റെയും കമലടുത്തിയുടെയും തീരുമാനത്തെ കുറിച്ച് കേട്ട മീരടുത്തേക്കും അനഘയ്ക്കും സന്തോഷമായി. സന്ദീപിന്റെ മുഖവും ആകെ വാടി. അപ്പോഴേക്കും കമലടുത്തി പറഞ്ഞു, അതെ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, കുറച്ചു ദിവസം ഇവിടെ ഞങ്ങളോടൊപ്പം വീട്ടിൽ വന്ന് നിൽക്കണം എന്നൊരാഗ്രഹം, അതുകൊണ്ടാണ്. അല്ല, മോന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോ സന്ദീപ് സന്തോഷത്തോടെ പറഞ്ഞു, ഏയ്, എനിക്കെന്ത് കുഴപ്പമാമേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് സന്ദീപ് അറിയിച്ചു. എന്തായാലും ഡിസ്ചാർജ് ആയല്ലോ, ഇനിയിപ്പോ നമുക്ക് വീട്ടിലേക്ക് പോകാം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് സന്ദീപ് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ദയാനന്ദമാഷ് പറഞ്ഞു, അല്ല, മോനും 2-3 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം, അത് ഇവൾക്കൊരാശ്വാസമാകും എന്ന് ആതിരയെ നോക്കി സന്ദീപിനോട് ദയാനന്ദ മാഷ് പറഞ്ഞത് കേട്ട് ആതിര പുഞ്ചിരിയോടെ സന്ദീപിനെ നോക്കി. അപ്പോഴാണ് അച്ചു ദയാനന്ദ മാഷിനോട് പറഞ്ഞു, അച്ഛാ, അച്ഛനെന്തായാലും ഈ വിവരം അവിടുത്തെ അച്ഛനെ ഒന്ന് വിളിച്ച് പറയണം, അല്ലെങ്കിൽ അച്ഛന് വിഷമമായാലോ എന്ന് ആതിര അച്ഛനെ പറഞ്ഞത് കേട്ട് കമലെടുത്തി ഉടനെ ദയാനന്ദ മാഷിനോട് ചോദിച്ചു, മാഷ് ഒന്ന് വിളിച്ച് സേതുവേട്ടനോട് വിവരം പറ എന്ന് പറഞ്ഞതും ശരി, ഞാനിപ്പോ തന്നെ
സേതുവിനെ വിളിക്കാം എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് തന്റെ ഫോൺ എടുത്ത് സേതുമാധവന്റെ ഫോണിലേക്ക് വിളിച്ചു. സേതുമാധവൻ ദയാനന്ദ മാഷിന്റെ കോള് കണ്ടതും ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ആ മാഷെ പറഞ്ഞോളൂ എന്ന് പറയുമ്പോ ദയാനന്ദ മാഷ് പറഞ്ഞു, സേതു ഞാൻ വിളിച്ചത്, ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ആതിര മോള് ഡിസ്ചാർജ് ആയി. ഞങ്ങള് മോളെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയാലോ എന്നൊരു ആലോചനയിലാണ്. അക്കാര്യം സേതുവിനോട് ചോദിക്കാനാ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, അതിനെന്താ മാഷെ, മാഷ് ആതിര എവിടേക്ക് കൊണ്ടുപോകുന്നതിൽ എന്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതും സേതുമാധവനോട് ദയാനന്ദ മാഷ് പറഞ്ഞു, എന്നാലും അങ്ങനെയല്ലല്ലോ സേതു എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, മാഷെ ഇവിടെ ഇപ്പോ ആതിരയ്ക്ക് സംഭവിച്ചതിനൊക്കെ ഞാനും സന്ദീപും ഉത്തരവാദികളാണ്. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ മാഷ് ഒന്ന് ക്ഷമിക്കണം, അവനോട് മാഷ് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ ദയാനന്ദ മാഷ് സന്ദീപിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പേരിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വരുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുകയുമില്ല. എല്ലാം എന്റെ മോളുടെ തെറ്റ് തന്നെയാണ്, അവളുടെ എടുത്തുചാട്ടം, അത്രയേ ഉള്ളൂ. അവള് തന്നെ എടുത്തുചാട്ടം കാട്ടിയതല്ലാതെ വേറൊന്നും പറയാനില്ല, എനിക്കാവില്ല എന്ന് ദയാനന്ദ മാഷ് പറയുമ്പോ സേതുമാധവൻ പറഞ്ഞു, സാരമില്ല മാഷേ, അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ദയാനന്ദ മാഷിനോട് സേതുമാധവൻ അറിയിച്ചു, ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാം ആതിരയെ കാണാനായിട്ട് എന്ന് പറഞ്ഞപ്പോ ദയാനന്ദ മാഷ് പറഞ്ഞു, ശരി. അല്ല, ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ, അവര് ഇതുപോലെയുള്ള എടുത്തുചാട്ടങ്ങളൊക്കെ അവർക്ക് സ്വാഭാവികമാണല്ലോ. ഇനിയെങ്കിലും ബുദ്ധി ഉറച്ച കുട്ടികളെ പോലെ ബോധത്തോടെ പ്രവർത്തി എന്ന് സേതുമാധവനോട് ദയാനന്ദ മാഷ് സംസാരിച്ചതും സേതുമാധവൻ പറഞ്ഞു, എന്നാ ശരി മാഷേ, ഞാൻ ഇടയ്ക്ക് വന്ന് ആതിരയെ കണ്ടോളാം എന്ന് പറഞ്ഞ് മാഷിനോട് സംസാരിച്ച് സേതുമാധവൻ ഫോൺ വയ്ക്കുമ്പോ എന്തായി മാഷേ, എന്തു പറഞ്ഞു സേതുവേട്ടൻ എന്ന് കമലടുത്തി അന്വേഷിച്ചു. ദയാനന്ദ മാഷ് പറഞ്ഞു, സേതു എതിരൊന്നും പറഞ്ഞില്ല, സേതുവിന് വിഷമമൊന്നുമില്ല. പിന്നെ സേതുവിന് വല്ലാത്ത സങ്കടമുണ്ട് ആതിര ഇങ്ങനെയെല്ലാം ചെയ്തതിന് എന്ന് പറഞ്ഞപ്പോ കമലടുത്തി പറഞ്ഞു, അതെ, ഇതൊക്കെ ചെയ്ത് കൂട്ടിയതിന്റെ പേരിൽ എന്ത് പറയാനാ, എല്ലാവരുടെയും മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയല്ലേ, ചെറുതായിട്ടൊന്നും അല്ലല്ലോ എല്ലാവരെയും പേടിപ്പിച്ചത് എന്ന് പറഞ്ഞ് കമലടുത്തി ആതിരയുടെ ആ ഒരു പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോ അത് കേട്ട് നിന്ന അർച്ചന പറഞ്ഞു, അമ്മേ ഇനി അവളെ ഇതിന്റെ പേരിൽ ശകാരിക്കണ്ട അമ്മേ, വഴക്കൊന്നും പറയണ്ട, ഇനി അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് പുഞ്ചിരിയോടെ തലകുലുക്കി. അപ്പോഴേക്കും അനഘയും മീരയെടുത്തിയും ഒക്കെ ചുറ്റും കൂടി നിന്ന് ആതിരയുടെ ഈ ഒരു പൊട്ട തീരുമാനത്തെ കുറിച്ചും ഇങ്ങനെ ഒരു അബദ്ധം കാട്ടിയതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതിനെ കുറിച്ചുമൊക്കെ ഓർത്ത് എല്ലാവരും അങ്ങനെ ചുറ്റിനും നിന്ന് ചിരിക്കണം. പിന്നീട് എല്ലാ വിവരങ്ങളും അറിഞ്ഞതിന്റെ വിഷമത്തിൽ നെല്ലിശ്ശേരിയിലിരുന്ന് അങ്ങനെ സേതുമാധവൻ വലിയ ആലോചനയിൽ മുഴുകുമ്പോ അരികിലേക്ക് എത്തിയ നന്ദൻ ചോദിച്ചു, അച്ഛൻ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതും നന്ദനോട് സേതുമാധവൻ അറിയിച്ചു, അതെ, ഇപ്പോ ദയാനന്ദ മാഷ് വിളിച്ചിരുന്നോ, മാഷ് പറഞ്ഞത് ഉടനെ തന്നെ ആതിരയെ അവര് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ്. ആതിരയെ ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അങ്ങ് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന്. സത്യത്തിൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് സന്ദീപിനോട് നീ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, അവര് തമ്മിൽ എന്തോ പിണക്കം വന്നു, എന്തോ വഴക്കുണ്ടായി എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു, അതെ, എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് ഇനി സൂക്ഷിക്കണം, ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കണം, അതുകൊണ്ട് അക്കാര്യം നീ അവനോട് പറയണം എന്ന് സേതുമാധവൻ നന്ദനെ ഓർമ്മപ്പെടുത്തി. ഞാൻ സംസാരിക്കാച്ച എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ ചോദിച്ചു, അല്ല, ധനുഷിന്റെയും സ്നേഹയുടെയും കാര്യം ഇക്കാര്യത്തിൽ നീ മറന്നുപോയോ, നീ ധനുഷിനോട് സംസാരിച്ചോ എന്ന് നന്ദനോട് സേതുമാധവൻ അന്വേഷിച്ചപ്പോ നന്ദൻ പറഞ്ഞു, അച്ഛാ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. എന്തായാലും ഇന്ന് തീർച്ചയായിട്ടും ഞാൻ ധനുഷിനോട് ഇക്കാര്യം പറയാച്ചാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സേതുമാധവൻ പറഞ്ഞു, ആദ്യം ധനുഷിന്റെ തീരുമാനം അറിയട്ടെ, അതിനുശേഷം മാത്രം മതി സ്നേഹയോട് ഇക്കാര്യം പറയുന്നത്, പിന്നീട് ഇവിടെയുള്ള അറിയിച്ചാൽ മതി, ആദ്യം ധനുഷിന്റെ തീരുമാനമാണല്ലോ പ്രധാനം എന്ന് സേതുമാധവൻ നന്ദനോട് അറിയിച്ചു. അത് കേട്ട് നന്ദൻ പറഞ്ഞു, അച്ഛാ, എന്തായാലും എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ധനുഷിന് താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് എന്തായാലും ഇന്ന് തന്നെ ഞാൻ സംസാരിച്ചോളാം അച്ഛാ എന്ന് നന്ദൻ സേതുമാധവനോട് പറഞ്ഞു. എന്നാ ശരി, നീ ധൈര്യമായിട്ട് സംസാരിച്ചിട്ട് വാ, അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സേതുമാധവൻ വീണ്ടും ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോ രാവിലെ ഉറക്കമുണർന്നതിന് ശേഷം നേരെ വാതിൽ തുറന്ന് ഹൗസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ധനുഷ് വാതിൽക്കൽ ചെടിയെല്ലാം നനച്ചുകൊണ്ട് നിൽക്കുന്ന സ്നേഹയെ കണ്ടു. സ്നേഹയെ കണ്ടതും ധനുഷ് കുറച്ചു നേരം നോക്കി എന്നിട്ട് സ്നേഹയുമായി ഒന്ന് പഞ്ചാര ഇരിക്കുന്നതിന് വേണ്ടി അരികിലേക്ക് ധനുഷ് എത്തിയിട്ട് പറഞ്ഞു, ആഹാ, ഇന്നത്തെ കണി കൊള്ളാവല്ലോ എന്ന് പറഞ്ഞു. കണിയോ, അതെന്താ, ഇന്നെന്താ കണി കണ്ടത് എന്ന് സ്നേഹ അന്വേഷിച്ചു. അതെ, കണി കണ്ടത് ഒരു ദേവിയെ എന്ന് ധനുഷ് പറഞ്ഞപ്പോ
സ്നേഹ സംശയത്തോടെ ചോദിച്ചു. ദേവിയെയോ? അതങ്ങ് ഏത് ദേവിയെ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, അതെ, ഞാൻ എന്നെ മനസ്സിലിരുത്തി ആരാധിക്കുന്ന ഒരു ദേവി. ആഹാ, എന്നിട്ട് എവിടെ ആ ദേവിയെ കണ്ടില്ലല്ലോ എന്ന് സ്നേഹ വീണ്ടും അന്വേഷിച്ചത് കേട്ട് ധനുഷ് പറഞ്ഞു, അതെ, ആ ദേവിയാണ് ദാ ഈ മുന്നിൽ നിൽക്കുന്ന എന്റെ സാക്ഷാൽ ദേവി എന്ന് പറഞ്ഞപ്പോ, ഓ അങ്ങനെ, അതെ, സത്യം ഞാൻ പറയാമല്ലോ, ഇതുപോലെയുള്ള സംസാരമൊന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോ അത് നേരിട്ട് കൃത്യമായി തന്നെ പറയണം. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും അതെന്താ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ എന്ന് സ്നേഹ ധനുഷിനോട് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു, ഞാനത് മനസ്സിലാക്കി, അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ വലിയ സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുന്നത് അതിലെത്തിയ നന്ദൻ കാണാനിടയായി. നന്ദൻ അങ്ങനെ ഹാളിൽ നിന്നുകൊണ്ട് അവർ രണ്ടുപേരും ആ ഗാർഡനിൽ നിന്ന് വളരെ സന്തോഷത്തോടെ സംസാരിച്ച് തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ട് ധനുഷും സ്നേഹയും തമ്മിൽ നല്ലൊരു അടുപ്പമുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ നന്ദൻ അവർ തമ്മിലുള്ള ആലോചനയിൽ ഒരിക്കലും ധനുഷിന് എതിരഭിപ്രായം ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കി പുഞ്ചിരിയോടെ നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ സ്റ്റെയർ ഇറങ്ങി വരുന്ന അവന്തിക ആ കാഴ്ച കാണാനിടയായി. ധനുഷും സ്നേഹയും തമ്മിൽ വളരെ അടുത്തിടപഴകുന്ന കണ്ടിട്ടും നന്ദൻ അതിനോട് എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതിരുന്നത് കൊണ്ട് അവന്തികയ്ക്ക് ആകെ സംശയമാകുന്നു. അവന്തിക വേഗം തന്നെ ഹാളിലേക്ക് വന്ന് അവിടെ ധനുഷും സ്നേഹയും തമ്മിൽ നിന്ന് സംസാരിക്കുന്നത് ഒരിക്കൽ കൂടി നോക്കി. രണ്ടുപേരും വളരെ അടുത്തിടപഴകുന്ന ആ കാഴ്ച കണ്ട് കലിയോടെ അവന്തിക ഇതിനെന്താണ് ഒരു പോംവഴി എന്നാലോചിച്ചു. ധനുഷിനെ തനിക്ക് നഷ്ടമാകുമോ എന്നും ധനുഷും സ്നേഹയുമായിട്ടുള്ള ഈ ബന്ധം ഇത് തുടർന്നാൽ അത് തന്നെ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുചെല്ലുമല്ലോ എന്ന് മനസ്സിലാക്കിയ അവന്തിക അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ആലോചിച്ച് നേരെ റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് റൂമിലേക്ക് എത്തിയ നന്ദൻ തന്റെ ഫോണിലേക്ക് ഓഫീസിൽ നിന്നെത്തിയ ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കയറി വരുന്ന അവന്തിക കോള് കട്ടാകുന്നത് വരെ കാത്തു നിന്നു. അതിനുശേഷം നേരെ നന്ദന്റെ മുന്നിലേക്ക് എത്തി നന്ദേട്ട എന്ന് വിളിച്ചതും ധനുഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നന്ദൻ വേഗം അവന്തികയോട് പറഞ്ഞു, അതെ, നിനക്ക് എന്താ ആവശ്യം, അത് നീ വേഗം പറ. അതിനു മുമ്പ് ഈ നന്ദേട്ട എന്നൊക്കെയുള്ള വളരെ സ്നേഹപ്രകടനവും അതിന് പിന്നാലെ നിന്റെ എന്തെങ്കിലും ഒരു ആവശ്യം നീ ഉണ്ടാക്കും. അതെ, നിനക്കിപ്പോ പുറത്തേക്ക് പോകണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അതെന്തായാലും നടക്കില്ല. അത് കേട്ട അവന്തിക പറഞ്ഞു, ഏയ്, എനിക്ക് പുറത്തേക്കൊന്നും പോകാനല്ല നന്ദേട്ടാ, ഞാൻ മറ്റൊരു ഗുണമുള്ളൊരു കാര്യം പറയാനാ വന്നത് എന്ന് പറഞ്ഞപ്പോ നന്ദൻ അവന്തികയെ ഒന്ന് അടിമുടി നോക്കിയിട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരി, ഗുണമുള്ള കാര്യോ? ഇപ്പൊ മനസ്സിലായി. നീയേ ഇങ്ങനെ ഗുണമുള്ള കാര്യം എന്ന് പറയുമ്പോ ഇന്നേ വരെ നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഗുണമുള്ള ഒരു കാര്യം പോലും നീ ചെയ്തിട്ടില്ല. പിന്നെ നീ ഇങ്ങനെ പറയുമ്പോ അത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളാണ് നീ കൂടുതലും ആലോചിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വെള്ളം കുടിപ്പിക്കുന്നതും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലാതെ നിനക്ക് വേറൊന്നും ഇല്ലല്ലോ ഉദ്ദേശം എന്ന് പറഞ്ഞ് അതുകൊണ്ട് എന്ത് ഗുണമുള്ള കാര്യമാണെങ്കിലും എനിക്കത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് നന്ദൻ റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോ അവന്തിക ചോദിച്ചു, ഞാൻ പറഞ്ഞു വന്നത് സ്നേഹയുടെയും ധനുഷിന്റെയും കാര്യമാണ് എന്ന് പറഞ്ഞപ്പോ നന്ദൻ പെട്ടെന്നൊന്ന് നിന്നു. എന്നിട്ട് പിന്തിരിഞ്ഞ് അവന്തികയെ നോക്കിയിട്ട് ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? നന്ദന്റെയും സ്നേഹയുടെയും ധനുഷിന്റെയും കാര്യമെന്നോ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അതെ, ഞാൻ ചോദിച്ചു വന്നത് വേറൊന്നുമല്ല, ധനുഷ് എന്ന് പറയുന്ന അയാള് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല കഴിവുള്ള ആളാണ്, നല്ല ഒരു ബിസിനസ്മാൻ കൂടിയാണ്, എല്ലാ രീതിയിലും നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ധനുഷിനെ നമ്മുടെ ഈ കുടുംബത്തിലെ ഒരു അംഗമായി മാറ്റിയാൽ എന്താ പ്രശ്നം എന്നാണ് ഞാൻ ചോദിച്ചു വന്നത്. സ്നേഹയ്ക്ക് വേണ്ടി ധനുഷിനെ അങ്ങനെ ഈ കുടുംബത്തെ ഒരാളാക്കി മാറ്റിക്കൂടെ എന്നാണ് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം എന്നേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോ നന്ദൻ വേഗം സംശയത്തോടെ അവന്തികയോട് ചോദിച്ചു, അല്ല, നീ അച്ഛനുമായി ഈ കാര്യം സംസാരിക്കാൻ മറ്റോ ഉണ്ടായോ? അവന്തിക അതിശയത്തോടെ പറഞ്ഞു, ഇല്ല, അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, അല്ല, ഞാനും അച്ഛനും കൂടി ഇന്നലെ ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി. ധനുഷിനെ ആ സ്നേഹയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്ന് ഞങ്ങൾ പറഞ്ഞു. അക്കാര്യം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ധനുഷിനോട് ഇക്കാര്യം പറയാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. അതിനു മുൻപ് നീ തന്നെ ഇക്കാര്യം ഇങ്ങോട്ട് വന്ന് പറഞ്ഞത്. അല്ല, എനിക്ക് അതിനേക്കാൾ അതിശയം തോന്നുന്നത് ഇന്നേ വരെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊന്നും നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. അല്ല, ഇതെങ്ങനെയാ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാൻ ആലോചിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം കൂടി വന്ന സ്ഥിതിക്ക്, ഒരു ആലോചന വന്ന സ്ഥിതിക്ക് ഈ ആലോചനയ്ക്ക് നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇത് നല്ല രീതിയിൽ തന്നെ നടക്കുമെന്നോ തീർച്ചയായി. ശരി, എന്തായാലും അത് കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ സമയം പോലെ സന്ദർഭം പോലെ ഞാൻ ധനുഷിനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നീ ആയിട്ട് ഇക്കാര്യം ഇവിടെ ആരോടും ഇനി പറയാനും നിൽക്കണ്ട എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകി അവിടെ നിന്ന് നന്ദൻ പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് നന്ദന്റെ മനസ്സിലിരിപ്പ് അറിയാനായിട്ട്
അവന്തിക മനഃപൂർവ്വം നടത്തിയ ഒരു നാടകമായിരുന്നുവെങ്കിലും കൃത്യമായി ആ വീട്ടിൽ താൻ അറിയാതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആലോചന അതെന്താണെന്നുള്ള കാര്യം അവരുടെ സേതുമാധവന്റെയും നന്ദന്റെയും മനസ്സിൽ എന്താണുള്ളത് എന്ന് മനസ്സിലാക്കിയതിന്റെ ആശങ്കയിൽ ഇതിനെ എങ്ങനെ താൻ തകർക്കും, ഇനി സ്നേഹയും ധനുഷുമായിട്ടുള്ള വിവാഹത്തെ കുറിച്ച് വീട്ടിലുള്ളവരെല്ലാവരും ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്താലോ എന്നൊക്കെ ആശങ്കയിൽ വല്ലാത്ത തല പുകഞ്ഞ് ഇനി എന്ത് ചെയ്യുന്നുള്ള നിരാശയോടെയുള്ള ഒരു നിൽപ്പ്. അങ്ങനെ അവന്തിക റൂമിൽ തന്നെ നിന്ന്. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ആതിരയെ കൂട്ടിക്കൊണ്ടു പോകാനായി എത്തിയ ദയാനന്ദ മാഷ് അവിടേക്ക് വന്ന ശശിയെ കാണാനിടയായത്. ശശിയോട് ദയാനന്ദ മാഷ് പറഞ്ഞു, അതേ മോനെ, അച്ചുമോൾക്ക് വേണ്ടി ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മോൻ ഒന്ന് വന്നിരുന്നെങ്കിൽ മോനും കൂടി വന്നാൽ ആ വഴിപാട് നമുക്ക് നടത്താമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ശശി ദയാനന്ദ മാഷിനോട് പറഞ്ഞു, അതെ അച്ഛാ, മറ്റൊന്നുമല്ല, എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു വിശ്വാസമില്ല ഇപ്പോ. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ അർച്ചനയുടെ കാര്യത്തിൽ എന്തിനു ചെയ്യാനും ഞാൻ തയ്യാറാണ് താനും. അർച്ചനയ്ക്ക് വേണ്ടി എന്തിനും ഞാൻ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും എന്ന് ശശി സേതുമാധവനോട് പറയുമ്പോ സേതുമാധവൻ പറഞ്ഞു, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ മോനെ പറയാറുള്ളത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് അർച്ചന എത്തുന്നു.